ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടയിലെ നിലവിളക്ക് ശ്രുതി കൊളുത്തുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കടയുടെ പഴയ ഓണർ ശ്രുതിയെ വിളിച്ച് കടയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുകയാണ്. അന്നേരം ശ്രുതി പറയും, സാർ ഒരു നിമിഷം, ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ആൻറ്റിയാണ്, അതുകൊണ്ട് ആൻറ്റിയുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഏൽപ്പിച്ചാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലേക്ക് അദ്ദേഹം ഡോക്യുമെൻറ്റ്സ് ഏൽപ്പിക്കുന്നു. ചന്ദ്രമതി അത് ശ്രുതിയെ ഏൽപ്പിക്കും. അമ്മയെ കടയുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ശ്രുതി അത് നെഞ്ചോട് ചേർക്കും. എന്നിട്ട് അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് തൊഴുന്നുണ്ട്. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട്. അന്നേരം പഴയ ഓണർ അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് 2 സ്റ്റാഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവർ 2 പേരും വർഷങ്ങളായി ഈ കടയിലെ സ്റ്റാഫാണ്. ഇവരെ ശ്രുതി കൂടെ നിർത്തണം, ഇവരുടെ എക്സ്പീരിയൻസ് ശ്രുതിക്ക് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവും. അപ്പോൾ ശ്രുതി അവരോട് എത്ര പ്രായമുണ്ടെന്നൊക്കെ തിരക്കുന്നുണ്ട്. ആ സമയം സച്ചിയും രേവതിയും കടയൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. അന്നേരം പഴയ കടയുടമ അങ്ങോട്ട് വന്ന് സച്ചിക്ക് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സച്ചി എന്തായാലും നല്ലൊരാളുടെ കയ്യിൽ തന്നെ എൻ്റെ കട ഏൽപ്പിക്കാൻ പറ്റിയല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അന്നേരം സച്ചി പറയും, ഞാൻ എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്താൽ എനിക്ക് കുറ്റപ്പെടുത്തലും കളിയാക്കലുമേ കിട്ടാറുള്ളൂ സാർ. ഇതാദ്യമായിട്ടാണ് ഒരാൾ താങ്ക്സ് പറയുന്നത്. ഇതൊക്കെ ചന്ദ്രമതി കാണുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സാർ പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, ഉദ്ഘാടനവുമായിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണ്ടേന്ന്. അതിനെന്താ, നിനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോളാം സച്ചിയും പറയും. രേവതി ഉടനെ മിക്സിയൊക്കെ നോക്കുകയാണ്. എന്നാ വിലയാ സച്ചിയേട്ട ഇതിനൊക്കെ. സ്ത്രീകളെ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അമ്മിക്കല്ലിൽ അരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഒരു അസുഖവും ആർക്കും ഇല്ലായിരുന്നല്ലോ എന്ന്. എന്നാൽ ഞാനൊരു അമ്മിക്കല്ല് മേടിച്ച് തരാം, സച്ചിയേട്ടൻ അരയ്ക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും. പണ്ട് എല്ലാവരും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നേരം വാഹനം കുറവായിരുന്നു, അന്ന് പലർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം വാഹനങ്ങളായി, എല്ലാവർക്കും പല അസുഖങ്ങളുമായി. എന്ന് വെച്ച് വീണ്ടും നടക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ നടക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സച്ചിയേട്ടൻ ഇന്ന് കിട്ടുന്ന ഈ വരുമാനം കിട്ടുമോ? നമ്മളുടെ വാഹനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഇതുപോലൊക്കെ ഉള്ള കാര്യമെന്ന് പറയും. ഉടനെ സച്ചി പറയുന്നുണ്ട്, മതിയായേ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, നീ ഇഷ്ടമുള്ള എന്താണ് വാങ്ങിച്ചോളാൻ. ആ സമയം ഫാമയെ വിളിച്ച് എല്ലാം കാണിക്കുകയാണ് ചന്ദ്രമതി എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോൻ എല്ലാം കമ്പനി സാധനങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നതെന്ന്. ആ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി വരുന്നുണ്ട്. അപ്പം ശ്രുതിയുടെ കൂട്ടുകാരി ഇറങ്ങിപ്പോകുന്നത് ശ്രുതി കാണുന്നുണ്ട്. ഇവളെയൊക്കെ എന്തിനാണ് വിളിച്ചത്? 10 പൈസയുടെ സാധനം മേടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ പിന്നീട് മേടിച്ചോളും, ഇന്ന് തന്നെ മേടിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്ന്. അത് മതി എന്ന് പറഞ്ഞിട്ടുടനെ ശ്രുതി അങ്ങ് നിൽക്കുകയാണ്. ആ സമയത്താണ് മഹിമ അങ്ങോട്ട് വരുന്നത്. മഹിമ എല്ലാ AC ഒക്കെ നോക്കി പോകുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഏതാ വേണ്ടെന്നൊക്കെ. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതേ ഉണ്ട്, ഏതാ വേണ്ടെന്നൊക്കെ ചോദിച്ച് സ്റ്റാഫിനെ കൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. 1.5 ലക്ഷത്തിൻ്റെ സാധനം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്രുതിക്ക്. ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ, 1.5 ലക്ഷത്തിൻ്റെ സാധനം മേടിച്ചല്ലോ എന്ന്. ഈ സമയത്ത് ശ്രുതിയുടെ പഴയ കൂട്ടുകാരൻ വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയെ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ ബ്രോ, എന്തായാലും പറഞ്ഞ പോലെ തന്നെ അങ്ങ് സാധിച്ചെടുത്തല്ലോ എന്ന് പറയും. അതെ, എൻ്റെ നല്ല സമയമാണ് ബ്രോ, കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ഐക്കണായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ആ സമയത്ത് സച്ചിയും രേവതിയും കൂടെ തപ്പി ഒരു മിക്സി മേടിക്കുകയാണ്. എന്നിട്ട് പറയും, ഇതിന് 5000 രൂപയുള്ളൂ, നല്ലതാണെന്ന് തോന്നുന്നു, നമുക്കിത് മേടിക്കാം, ബില്ലടിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ചന്ദ്രമതിയോടെ പിടിച്ച് നിർത്തുന്നുണ്ട്. എവിടെ പോകാമെന്ന് ചോദിക്കാം. നമ്മൾ ബില്ലടിക്കാനെന്ന് പറയും. എന്താ മേടിച്ചെന്ന് ചോദിക്കാം. ഒരു മിക്സി. മിക്സി ഏറ്റവും വില കുറഞ്ഞ സാധനം തപ്പി പിടിച്ചെടുത്തിരിക്കുന്നു. ഇതാണോ ആദ്യം ബില്ലടിക്കേണ്ടത്? മഹിമതേ 1.5 ലക്ഷം രൂപയുടെ AC മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബില്ലടിച്ചിട്ട് മതി നിൻ്റെ ഈ മിക്സിയൊക്കെ കൊണ്ടുവന്ന് ബില്ലടിക്കുന്നത്. ആദ്യം നല്ല നല്ല വിലയുള്ള സാധനങ്ങളുടെയൊക്കെ ബില്ലടിച്ച് വരട്ടെ, അല്ലാതെ നിൻ്റെ രാശിയില്ലാത്ത കൈ വരണ്ടേ. ആദ്യം ബില്ലടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ കട കുളവായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ് ശ്രുതി. അന്നേരം അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ നിനക്ക് ഇന്നത്തെ ദിവസം വായടച്ച് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്. സച്ചിയും രേവതിക്കും ഒരു ഗതിയില്ലാത്തവരാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അപമാനിച്ച് സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് സന്തോഷമാകുകയാണ് ശ്രുതിക്ക്. അച്ചമ്മ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നിൻ്റെ ഈ സാധനമൊന്നും ഇപ്പം ബില്ലടിക്കാൻ പറ്റത്തില്ല, മഹിമ കൊണ്ടുവന്ന് ബില്ലടിപ്പിച്ചിട്ട് മതി നിൻ്റെ ഈ ബില്ലടിക്കാൻ. നീ വലിയ പൂക്കച്ചവടം നടത്തുന്ന പോലൊന്നും അല്ല, ഇത് വലിയ ബിസിനസ്സാണ് നടക്കുന്നത് എന്നൊക്കെ പറയും. ആ സമയത്ത് ശ്രീകാന്തും വർഷങ്ങളും എന്തോ സാധനം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേന് സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ ഞങ്ങൾ കാശ് തരത്തില്ലെന്ന് വിചാരിച്ചാണോ എന്ന്. കാശ് തരത്തില്ലെന്നല്ല, എന്തൊക്കെ ആയാലും
മഹിമ ബില്ലടിച്ചിട്ട് മതി എന്ന് പറയും. അന്നേരം മഹിമ അങ്ങോട്ട് കയറി വരുവാണ്. സുധി മഹിമയുടെ ബില്ല് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. ചന്ദ്രമതി ഉടനെ മഹിമയുടെ ബില്ല് കൊടുക്കുകയാണ്. ആ 1,50,000 രൂപ എടുത്ത് മഹിമ സുധിയുടെ കൈക്ക്, സുധി ആ പൈസ എടുത്ത് കണ്ണിലൊക്കെ വെക്കുന്നുണ്ട്. ആ 1,50,000 കണ്ടതിൻ്റെ സന്തോഷമാണ് ചന്ദ്രമതിക്കും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങ് സങ്കടം വരികയാണ്, സച്ചിക്കും രേവതിക്കൂടെ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് സങ്കടമായോ എന്ന്. കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ സാന്ത്വനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ട, കാരണം വീട്ടിലെ മിക്സിയിൽ ഇപ്പോൾ ഒന്നും അരയ്ക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു മിക്സി അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്, ഇത് മതി എന്നൊക്കെ പറയും. അന്നേരം അച്ഛമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ. അന്നേരം മഹിമ പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് ഇവർ യാത്രയാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കുമ്പോഴത്തേന് സച്ചിൻ രേവതി അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ് ബില്ലടിപ്പിക്കാനായിട്ട്. അന്നേരം അച്ഛൻ പറയും, ഇനി സുധി ഇവരുടെ ബില്ല് കൊടുക്കാൻ പറയും. അത് പിന്നെ വർഷയും ശ്രീകാന്തും എന്തോ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ബില്ല് കൊടുത്തിട്ട് പോരെ എന്ന് ഉടനെ ചോദിക്കുകയാണ് സുധി. അതൊന്നും പറ്റത്തില്ല, ഇനി ഇവരുടെ ബില്ലടിച്ച് കൊടുത്താൽ മതി, ഇവരുടെ ബില്ലടിച്ചിട്ട് മതി നീ ബാക്കി കച്ചവടം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങ് വഴക്ക് പറയും. അത് കേൾക്കുമ്പോഴത്തേന് സുധി ബില്ലടിച്ച് കൊടുക്കാമെന്നുള്ള പരുവത്തിൽ നിൽക്കുകയാണ്. അന്നേരം ശ്രുതിയോട് പറയും ബില്ലെടുത്ത് കൊടുക്കാൻ പറയും. ഇവളെന്നാ കാശ് തരത്തില്ലെന്ന് വിചാരിച്ചാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മോളങ്ങോട്ട് കാശ് കൊടുക്കുമെന്ന് പറയും. അന്നേരം ആ കാശ് അങ്ങോട്ട് രേവതി കൊടുക്കുകയാണ്. ഇനി നീ ഒരു കാര്യം ഓർത്തോ, ഇവളുടെ കൈ നല്ല രാശിയുള്ള കൈ, ആദ്യത്തെ കച്ചവടം ഇവളുടെ കൈ കൊണ്ട് തന്നെ നടന്നെന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി. അല്ലാതെ കോടികൾ ആസ്തി ഉണ്ടെന്നുള്ള പരുവത്തിലുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അത്ര രാശി ഉണ്ടാകണമെന്നൊന്നുമില്ല. ദൈവങ്ങളിടുന്ന മാല കെട്ടുന്ന കൈ അത്. അപ്പം പിന്നെ അവൾക്കുള്ളത്ര ഐശ്വര്യം ഇവിടെ വേറെ ആർക്കാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണ് സുധിയെ. എന്നിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് അച്ഛൻ. എന്നിട്ട് പറയും, ചന്ദ്ര ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ അമ്മയെന്ന് ചോദിക്കും. അതെന്നാ പറഞ്ഞാലും നീ അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അങ്ങോട്ട് മാറ്റി നിർത്തി നന്നായിട്ട് അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് എന്താ രേവതിയെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അവൾ നിനക്ക് ഒരു മരുമോൾ തന്നെയല്ലേ, എന്നിട്ട് നീ കാശുള്ളവരെ മരുമക്കളെ മാത്രം തലയിലെടുത്ത് വെച്ചിരിക്കുന്നു, നിൻ്റെ ഈ സ്വഭാവം മാറ്റിക്കണം, അല്ലേ എൻ്റെ തനി സ്വഭാവം നീ കാണുമെന്നൊക്കെ പറയും. അവളുടെ ഒരു വിശിഷ്ടാതിഥി മഹിമയെടുത്ത് നീ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ, പിന്നെ ഞാൻ മിണ്ടാതിരുന്നേ ഉള്ളൂ. രേവതിയുടെ അമ്മ എന്നാ നിൻ്റെ മരുമോളുടെ അമ്മ തന്നെയല്ലേ, അവർക്കെന്താ ഇത്ര കുറവ്, അവരെ നീ എന്തിനാ വിളിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കും. അമ്മ അവർ വന്നിട്ട് എന്നാ എടുക്കാനാന്നൊക്കെ ചോദിക്കും. ഇപ്പം മഹിമ വന്ന് കണ്ടില്ലേ 1,50,000 സാധനം എടുത്തെന്നൊക്കെ പറയും. അത് അവർ മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ ചെയ്യുന്നു. പക്ഷേ രേവതിയെ നീ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ സ്വഭാവത്തിന് നിന്നെ ഞാൻ നല്ല വെച്ച് തരേണ്ടതാണ്. പഴയ കലാവധി നീ എന്നെ ആക്കരുത്, അത് ആകാനൊന്നും എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടെന്നൊക്കെ പറയും. മക്കളെ മരുമക്കളെ ഒരുപോലെ കാണണമെന്ന് എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നീ അതനുസരിക്കുന്നില്ലല്ലോ. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്, എനിക്ക് വേറെ ജോലിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കി കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേവതിയെ ഇനി വിഷമിപ്പിച്ചേക്കരുത്, എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറയും. നീ ഒരു കാര്യം ഓർത്തണം, അവരിങ്ങനെയൊക്കെ കിടക്കുന്നു പറഞ്ഞാലും അവരൊരു കാലത്ത് നന്നായി വരികയും തന്നെ ചെയ്യും. പിന്നെ നീ തലയിലെടുത്ത് വെച്ചിരിക്കുന്നവരെല്ലാം നിന്നെ എടുത്ത് കളയുന്ന ഒരു കാലം വരും, നീ എന്ന് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി എന്തോ വല്ലാതായി പോകുന്നൊക്കെയുണ്ട്. ശ്രുതി ഇങ്ങനെ കാശൊക്കെ എണ്ണി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതെന്നൊക്കെ പറയും. ആ സമയത്താണ് 2 പഴയ സ്റ്റാഫുള്ളവർ അങ്ങോട്ട് വരുന്നത്. സാർ എന്തിനാ ഞങ്ങളെ വിളിച്ചെന്ന് പറയും. നിങ്ങൾ എന്തായാലും ഇനി പരിപാടി മതിയാക്കി പൊക്കോളാൻ പറയും. എന്താ സാർ കടയടയ്ക്കാൻ പോവാണോ, എന്നാൽ ഞങ്ങളിപ്പം പോയിട്ട് നാളെ വരാമെന്ന് പറയും. നാളെയെന്നല്ല, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, നിങ്ങളുടെ സേവനം എനിക്ക് മതിയായി, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, നിങ്ങളുടെ ബ്ലഡൊക്കെ പഴയ ബ്ലഡായി, എനിക്ക് യൂത്ത് ബ്ലഡാണ് വേണ്ടത്, ചെറുപ്പക്കാരുടെ ആ ഊർജ്ജം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇനിയും വരണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോകുന്നുണ്ട് കേട്ടോ. എന്താ സാർ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല, ഇനി നിങ്ങൾ വേണ്ട, പുതിയ സ്റ്റാഫിനെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് 2-3 പുതിയ ചെറുപ്പക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരാണ് ഇവിടുത്തെ സ്റ്റാഫ്, നിങ്ങൾക്കിനി ഇവിടുത്തെ ജോലി മതിയാക്കി പോകാമെന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.